ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 68-ാമത്തെ ശ്ലോകം നോക്കാം. യത് ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തത് ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. ഇനി നമുക്ക് ഇതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. യത് യത് എന്നാൽ യാതൊരു ഫലം, എന്നാൽ ഫലം ലഭിക്കുക. നാസ്തി ഇല്ലയോ, തപസ്സ തപസ്സുകൊണ്ട് യാതൊരു ഫലം ലഭിക്കില്ലയോ, ന യോഗേന സമാധിന, ന എന്നാൽ ഇല്ല, യോഗേന യോഗേന എന്നാൽ യോഗാഭ്യാസം കൊണ്ടും, സമാധിന സമാധി കൊണ്ടും. അപ്പോൾ യോഗാഭ്യാസം കൊണ്ടും സമാധി കൊണ്ടും അതേപോലെ തന്നെ തപസ്സുകൊണ്ടും യാതൊരു ഫലം ലഭിക്കില്ലയോ. തത് ഫലം, തത് എന്നാൽ ആ ഫലം, ലഭത്തെ ലഭിക്കുന്നു, സമ്യക് കലൗ, സമ്യക് കലൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സമ്യക് കലൗ. സമ്യക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കലൗ, കലിയുഗത്തിൽ ഉടൻ തന്നെ, ഈ കലിയുഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ആ ഫലം കിട്ടുന്നു. എങ്ങനെ? കേശവ കീർത്തനാത്, ഭഗവാന്റെ കീർത്തനം ചെയ്യുന്നതിലൂടെ, ഭഗവത് നാമങ്ങൾ ഇങ്ങനെ പ്രകീർത്തിക്കുന്നതിലൂടെ തന്നെ, തപസ്സുകൊണ്ടും യോഗസിദ്ധികൾ കൊണ്ടും യോഗാഭ്യാസം കൊണ്ടും അതേപോലെ തന്നെ സമാധി കൊണ്ടും യാതൊരു ഫലമാണോ ലഭിക്കാത്തത്, ആ ഫലം അല്ലയോ ഭഗവാനെ അവിടുത്തെ കീർത്തനങ്ങൾ കൊണ്ട് തന്നെ, അവിടുത്തെ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ലഭിക്കുന്നു. അതാണ് ഈ കലിയുടെ ഒരു പ്രത്യേകത, കലിയുടെ ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത് അതാണ്. എന്തുകൊണ്ട് കലിയെ കൊന്നില്ല എന്നുള്ളതിന് കാരണങ്ങളാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ഭക്തിദേവിക്ക്. അപ്പോൾ ഈ കലിയുഗത്തിൽ പൂന്താനം തിരുമേനി പാടിയതുപോലെ ഒരു പുല്ലായിട്ടെങ്കിലും ഇവിടെ വന്ന് ജനിക്കാൻ കഴിയുന്നത് പോലും മഹാഭാഗ്യമാണ് കലിയുഗത്തിൽ. കാരണം ജന്മജന്മാന്തരങ്ങളായി, എത്രയോ ജന്മങ്ങളായി നമ്മളൊക്കെ ഇങ്ങനെ അലയുകയാണ്. ഈ 3 യുഗങ്ങളും കഴിഞ്ഞ് 4-ാമത്തെ യുഗത്തിൽ നമ്മൾ വീണ്ടും വന്ന് ജനിച്ചപ്പോൾ, അതായത് 3-ാമത്തെ യുഗത്തിൻ്റെ അവസാനം, അതിൽ നിന്നും മോക്ഷം കിട്ടി പോകുന്നവരല്ലാതെ ബാക്കിയുള്ളവരൊക്കെ കലിയുഗത്തിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ആത്മാക്കൾ വീണ്ടും ഈ കലിയുഗത്തിൽ ജനിക്കുമ്പോൾ, ഈ കലിയുഗത്തിൽ ഈ ഭൂമിയിൽ ഒരു പുല്ലായിട്ടെങ്കിലും വന്ന് ജനിക്കാൻ കഴിയുന്നത് പോലും അത്യന്തം ശ്രേഷ്ഠമാണ് എന്ന് ജ്ഞാനപ്പാനയിൽ നമുക്ക് കാണാം. കാരണം ഇവിടെ ആ നാമസങ്കീർത്തനങ്ങളെ വേണ്ടു. ഒരു പുല്ലായിട്ടോ ഒക്കെ സജ്ജനങ്ങളുടെ ഗൃഹത്തിനു മുന്നിൽ ഒരു പുല്ലായി നിൽക്കാൻ കഴിഞ്ഞാലും ഭഗവത് നാമം അതിലൂടെ കേൾക്കാൻ കഴിയുന്നത് പോലും സുകൃതമാണ്. അതുകൊണ്ടാണ് ഈ ജ്ഞാനപ്പാനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മറ്റ് 6 ദ്വീപുകളിലും 8 ഖണ്ഡങ്ങളിലും 3 യുഗങ്ങളിലും ഉള്ളവർ പോലും കൊതിക്കുകയാണ് ഈ ഒരു കലിയുഗത്തിൽ ഭാരതഖണ്ഡത്തിൽ വന്നൊന്ന് പിറക്കാനായിട്ട്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാണ്, മഹത്വമുള്ളതാണ് ഈ കലിയുഗം. അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ നമുക്ക് അവസാനം പൂന്താനം തിരുമേനി കലിക്കുപോലും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് കലികാല മഹിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ ജനിച്ച മനുഷ്യരെയും നമിക്കുന്നുണ്ട് അല്ലേ. ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം. കാരണം അവരെ പോലും വണങ്ങണം, അത്രമാത്രം സുഹൃതം ചെയ്തവർക്കേ ഈ കലികാലത്തിൽ ഭൂമിയിൽ വന്ന് പിറക്കാനാവൂ. അങ്ങനെ ഈ കലികാലത്തിൽ ഭൂമിയിൽ പിറക്കുമ്പോൾ അതിന് ഒരു സുഹൃതം കിട്ടുമ്പോൾ ആ നാമസങ്കീർത്തനം, ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ, ഭഗവത് നാമസങ്കീർത്തനം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുനിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. കാരണം അതിനു വേണ്ടിയാണ് ഇവിടെ അത്രയ്ക്കൊരു സുഹൃതം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്ന് പിറന്നത്. പക്ഷെ ആ ജന്മം പാഴാക്കി കളയരുതേ. അനുനിമിഷം ഭഗവാനെക്കുറിച്ചുള്ള ആ സ്മരണയിൽ ജീവിക്കാൻ കഴിയണമേ. അതാവണേ നമ്മുടെ പ്രാർത്ഥന ഭഗവാനോടുള്ളത്. അപ്പോൾ ഓർക്കുക, ഈ 3 യുഗങ്ങളിലും തപസ്സുകൊണ്ടും
യോഗാഭ്യാസം കൊണ്ടും അതുപോലെ തന്നെ സമാധി കൊണ്ടും ഒന്നും നേടാൻ കഴിയാത്തത്ര വേഗത്തിൽ. കാരണം മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയും, മുക്തിയിലേക്ക് എത്തിച്ചേരുക, ഭഗവത് പദങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള എന്നാൽ ഏറ്റവും എളുപ്പം കിട്ടുന്നതുമാണ്. അത്രമാത്രം നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുകയേ വേണ്ടൂ. അനുനിമിഷം ഭഗവത് ചിന്തയിൽ മുഴുകിയിരുന്നാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധീകരണം നടക്കും. മറിച്ച് മുൻപുള്ള യുഗങ്ങളിലൊക്കെ മനുഷ്യരെ യോഗികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മഹർഷിമാരൊക്കെ അത്യധികം കഠിനമായിട്ടുള്ള തപസ്സും മറ്റും ചെയ്താണ് ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ, ഭഗവാനെ പ്രീതിപ്പെടുത്തിയതെങ്കിൽ ഈ കലിയുഗത്തിൽ സദാ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുക, ഭഗവത് സ്മരണയുണ്ടായിരിക്കുക. അതിലൂടെ തന്നെ നമുക്ക് മുക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഇവിടെ നാരദ മഹർഷി ആ ഭഗവാന്റെ കീർത്തനങ്ങളുടെ മഹത്വം കൂടിയാണ് ഒന്നിവിടെ ഊന്നിപ്പറയുന്നത്. ഉടനെ തന്നെ കിട്ടും എന്നാണ് പറഞ്ഞത്. സമ്യക്കലൗ, ഈ കലിയുഗത്തിൽ ഉടനെ തന്നെ മുക്തിപദത്തിലേക്ക് എത്തിച്ചേരാനാവും കേശവ കീർത്തന, ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. യത് ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തത്ഫലം ലഭത്തെ സമ്യക് കലൗ കേശവ കീർത്തനാത്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പൊതുവെ എളുപ്പമുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് ആ ഒരു ശ്ലോകത്തിലുള്ളത്. പിന്നെ അടുത്തത് സമ്യക് കലൗ, അത് ചേർത്ത് തന്നെ വായിക്കുക. കാ കൂട്ടക്ഷരമായതുകൊണ്ട് കായ്ക്ക് കുറച്ചൊരു കട്ടി കൊടുത്ത് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ്. ഹരേ കൃഷ്ണ.